ദിയമോളെ വകയാട്ടോ ചെലവ്. ദിയമോളെ കുഞ്ചി പൊട്ടിച്ച മാത്സിന്റെ മിസ് പറഞ്ഞിട്ടുണ്ട് ഈ പെന്നും കൊണ്ട് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും നോക്കാട്ടോ. നീ ഗോവയ്ക്കൊക്കെ ട്രിപ്പ് പോകുമ്പോ നിനക്ക് പറ്റുമല്ലോ. എത്രയാ? 919. അമ്മേ അത് വേണ്ട. ഞെട്ടിക്കൽ ബില്ലാന്നാ ദിയമോള് പറയണ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ബർത്ത്ഡേ ഷോപ്പിംഗ്, പെരുന്നാൾ ഷോപ്പിംഗ്, ഓണം ഷോപ്പിംഗ്, ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് ഫൈനൽ എക്സാം, ബോർഡ് എക്സാം ഷോപ്പിംഗ് ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും? എന്നപ്പോൾ കേട്ടോ ഗൈസ്, ബോർഡ് എക്സാം ഷോപ്പിംഗ് വീഡിയോ ആണ്. നാളെയാണ് ഗൈസ് ബോർഡ് എക്സാം. നൈസാണ്. നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ദിയമോളെ ചങ്കും കരളുമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്. സോ ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം ഗൈസ്. സോ ദിയമോളും അമ്മയൊക്കെ മോളിക്ക് പോയി, സ്റ്റോറേജ് ഇല്ലായിരുന്നു. സോ ഗൈസ്, ദേവുവിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ദേവുവിൻ്റെ എന്താ, നമുക്കൊരു ടൈം പീസിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ദേവുവിൻ്റെ ടൈം പീസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഈ എക്സാം അടുപ്പിച്ച്. അപ്പം ഞാൻ പുതിയൊരു ടൈം പീസ് ദേവുവിന് വാങ്ങിക്കൊടുക്കുകയാണ്. ഇതെങ്കിലും വർക്ക് ചെയ്യുമോ? നാളെ മുതൽ ദേവ് കറക്റ്റ് സമയത്തിന് എണീക്കണം. പക്ഷെ അതിന്റെ ബാറ്ററീന്റെ കുഴപ്പമല്ലേ ഉള്ളൂ. എന്ത് അതിന്റെ അല്ല, ഇനി ബാറ്ററീൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല. അത് ഞാൻ പുതിയ വാങ്ങിച്ചു. ഇനി അതിൻ്റെ പേരും പറഞ്ഞ് നേരത്തെ എണീക്കാതിരിക്കണ്ട. ഇത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അതാണോ അവിടെ നിന്ന് കേട്ടത്? കയറി വരുമ്പോ തന്നെ ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ദേവ് ചേച്ചി എൻ്റെ വീടിൻ്റെ പേരൊന്ന് യൂട്യൂബിൽ പറയുക വെച്ചിട്ട്. അപ്പം ഷാദിയ എന്നാണ് കുട്ടീൻ്റെ പേര്. അപ്പം ദിയമോളെ കാണാൻ വേണ്ടി പോയതാണ്. ദിയമോൾ അവിടെ എവിടെയോ ഉണ്ട്, എന്തോ തിരഞ്ഞിങ്ങനെ നടങ്ങുന്നുണ്ട്. എനിക്കിപ്പോൾ അതാ ഒരു ടൈം പീസ് കിട്ടി. നല്ല സൗണ്ട് ഇല്ലേ? ഇനി എനിക്ക് ട്രാൻസ്പെറൻറ്റ് പൗച്ച് വേണം, പെന്ന് വേണം, ബാഗ് വേണം. മെയിൻ സാധനം ഇതൊക്കെ ഇട്ടുകൊണ്ടുള്ള ബാഗ് വേണം. അതെ, ഇതൊക്കെ നമുക്ക് തപ്പാം ഗൈസ്. ഫസ്റ്റ് ഇത് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. നീക്കട്ടൊന്നും പോരെ. ദിയമോക്കെ ബുക്ക് വേണം കേട്ടോ, നോട്ട്ബുക്ക്. അതെവിടെ നോട്ട്ബുക്ക്? എവിടെ? പെന്ന് വാങ്ങിച്ചോ. പെന്ന്, പെൻസില്, ബോക്സ്, എന്താ വേണ്ടത്? ഏത് കളർ പെന്നാ വേണ്ടേ? ബ്ലൂ കളർ പെന്ന്. ട്രാൻസ്പെറന്റ് ബ്ലൂ കളർ പറ്റുമോ? ബ്ലൂ കളറേ പറ്റുള്ളൂ. ആണോ? എനിക്ക് ഈ പെന്നാണ് ഒന്നും കൂടെ കംഫർട്ടബിൾ. എന്നാ അത് വാങ്ങിച്ചോ. മാത്സിന് മിസ് പറഞ്ഞത് ഈ പെണ്ണുകൊണ്ട് എഴുതിയവർക്കൊക്കെ നല്ല മാർക്ക് ഉണ്ട്, അതുകൊണ്ട് ഈ പെണ്ണ് വാങ്ങാൻ. എന്നാ അതെടുത്തോ, മൊത്തത്തിലെടുത്തോ. അതൊക്കെ തെളിയും ദേവു. അത് മൊത്തം നീ കൊണ്ടുപോയിക്കോ സ്കൂളിൽ പോകുമ്പോ. ഇനി പെന്ന് തെളിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എഴുതാതെ പോരരുത്. അല്ല, ഇത് മതിയോ പൗച്ച്? പിന്നെ ഇത് ട്രാൻസ്പെറന്റ് അല്ല, ഇങ്ങനെ കളർ കാണണം. ആണോ? ഓക്കെ. എന്നാ അതിന്റെ വൈറ്റ് ഉണ്ടോ നോക്കി നോക്ക്. അത് മതിയോ? അത് മതി. അതാകുമ്പോ ഒരു പരാതി കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. പിന്നെ വേറെന്താ ദേവു വേണ്ടേ? സ്കെയില് ആണോ? പിന്നെന്താ ബാഗ് വേണേ. പിന്നെന്താ വേണ്ടേ? സ്കെയില് വേണ്ടേ? പെൻസില്, നോട്ട്ബുക്ക് ഇവിടെ ഉണ്ട് അല്ലേ ദിയ? ഇത് മതിയടി, ഇത് രസമുണ്ടല്ലോ. ഇതാവുമ്പോ എക്സാം കഴിഞ്ഞ് ടാറ്റ പോകുമ്പോ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതില് കൊള്ളില്ല. അങ്ങനെയല്ല എടി, ഇതാവുമ്പോ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ഉപയോഗിക്കാം. എന്താ ഭാവേ? ആൾ ടിക്കറ്റ് കൊള്ളണം കേട്ടോ. അതിലൊന്നും ആൾ ടിക്കറ്റ് കൊള്ളത് എനിക്ക് തോന്നണില്ല. ബാറ്ററി ഇതെന്ന് പറഞ്ഞെടുത്ത സിബ് ഉണ്ടോ നോക്കിയോക്കോ. സിബില്ലേ അമ്മേ? അപ്പൊ സിബില്ലെങ്കിൽ ആരെങ്കിലും എടുത്താ അറിയില്ലല്ലോ. ഇതുണ്ട് എക്സാം എഴുതാൻ. ഒന്നും പഠിച്ചില്ല. ദിയക്ക് ബുക്ക് വേണോ? നോട്ട്ബുക്ക് വേണ്ടേ? MS-ന്റെ നോട്ട് കഴിഞ്ഞിരിക്കുകയാണ്, അതേപോലെ EVS കഴിഞ്ഞിരിക്കുകയാണ് നോട്ട്. എടുത്തോ, അത് നോട്ടാ ഈ കാണുന്നതൊക്കെ. നീ ഒരു ബുക്ക് എടുക്കും. ഇത് പണ്ടൊക്കെ അതെ. നോക്കട്ടെ തുറന്നു നോക്കിയിട്ട് എടുക്കുക. ഇത് മാത്സിന്റെ ആണ്. ദേവു ഷോയാണ്, പട്ടി ഷോ. പക്ഷെ നിനക്ക് ചേരുന്നില്ല അത്. നോക്കിയോ? അതെടുത്തോ. ഒന്നല്ല അല്ലടി, നീ ഗോവയ്ക്കൊക്കെ ട്രിപ്പ് പോകുമ്പോ നിനക്ക് പറ്റുമല്ലോ. എത്രയാ? 919. അമ്മേ അത് വേണ്ട, മറ്റേ തന്നെ നല്ല. ഇതിനെത്രയാ? 819. അയ്യോ, ഇതെന്താ സ്വർണം കൊണ്ടാണോ ഈ വള്ളികളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്? ഹാൻഡ് മെയ്ഡ് ആണ്. ഇവക്ക് 2 നോട്ട് വേണേ വരട്ടെ. ഡയബറ്റിക് സ്റ്റുഡൻസ് മാത്രമേ എന്തെങ്കിലും ഉണ്ടാവാൻ പറ്റുള്ളൂ തിന്നാൻ.
ആണോ? ഇത് വാങ്ങിക്കാതെ നമുക്ക് എന്താ ഇതെന്താ ഇവിടെ ഗമ്മുണ്ടാവും. ഇവിടെ ആ ഗമ്മ് ജസ്റ്റ് ഒന്ന് ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഗമ്മിൽ എന്താ ഈ ഒരു ഐറ്റം കണ്ടോ, ഈ സ്റ്റോണ് അത് ഓരോന്നും ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഫില്ലപ്പ് നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഓ എനിക്ക് ഇതേമാതിരി ക്യൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് നോക്കുമ്പോ വേറെ ഇങ്ങോട്ട് നോക്കുമ്പോ വേറെ. ഇതെന്തിനാ? ഫ്രണ്ട്സ് എന്റെ കുത്തി പൊട്ടിച്ചു, അതുകൊണ്ടാണ് ഞാൻ കണ്ണെടുക്കാതെ എല്ലാം കാണുന്നത്, നോക്കുന്നതും വാങ്ങുന്നതും. എന്തിനാ 2 ഡയറി ബുക്ക്? പെന്നും പെൻസിലും കൈ കൊണ്ട് തൊടാത്ത നിനക്ക് എന്തിനാ 2 ബുക്ക്? ആ അത് വാങ്ങിച്ചോ. എന്താ മാവേ ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ. എറൈസർ ഉണ്ട് എനിക്ക്. എറൈസർ വീട്ടിലുണ്ട്. ഒന്നായിട്ട് വാരി കൂട്ടണ്ട. കുഞ്ചി പൊട്ടിച്ച പൈസ എനിക്ക് കടം വീട്ടാനുള്ളതാ. എന്താണ് എന്താ കിട്ടിയോ? ഇരിക്കാനുള്ള ബെഞ്ച്, ഡെസ്ക്, സ്നാക്സ് അത് താഴെയല്ലേ ഉള്ളത്? അല്ല ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ എന്തെങ്കിലും വേണോ? കളർ പാടി. പുതിയ ക്രയോൺസോ? ഒരിക്കലും പൊട്ടത്തില്ല ഗായ്സ്. നോട്ടെ ഇവിടെ അണക്കെന്തിനാ ക്രയോൺസ്? ഫ്രണ്ട്സ്, എൻ്റെ ചങ്കും കരളുമായ എൻ്റെ ഫ്രണ്ടിന് പെന്ന് വേണം പറഞ്ഞിരുന്നു. ഞാൻ എടുത്തതെന്ന് സെയിം പെന്നാണ് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. സോ നമുക്ക് സെയിം പെന്ന് വാങ്ങാം. വാങ്ങിക്കൊണ്ടോ. പപ്പ വേറെ ഇവിടെ എന്തൊക്കെയോ ഷോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ആ ഒത്തിരി ഉണ്ടല്ലോ. ഇത് തന്നെ പറഞ്ഞിരുന്നു ഇന്ന്. മാത്സിന്റെ മിസ് പറഞ്ഞിട്ടുണ്ട് ഈ പെന്നും കൊണ്ട് എഴുതിയ നല്ല മാർക്ക് കിട്ടുന്നു. നോക്കാട്ടോ. ഇനി ഇത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളെല്ലാരും ഈ പെന്ന് വാങ്ങണം. ആയിട്ടില്ലെങ്കിൽ പറയൂട്ടോ. ആയിട്ടില്ലെങ്കിൽ ഞാൻ പറയും. അതെന്തായാലും വരുമല്ലോ, എല്ലാരും അറിയുമല്ലോ. പപ്പ കാര്യമായിട്ടാണല്ലോ. മീൻചട്ടി ഉണ്ട്, കുപ്പികളുണ്ട്. എന്നിട്ട് വെക്കാനുള്ള കുപ്പികളത്. ആ മറ്റേ കുപ്പി പൊട്ടിച്ചിട്ടുണ്ടല്ലോ അത്. ഇതെനിക്കിഷ്ടം. ഇത് നട്ട്സ് ഇട്ട് വെക്കാനാ തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ഒരുപാട് നാളായിട്ടോ ഇങ്ങനത്തെ ഒരു ചട്ടി വാങ്ങിക്കണം, ഈ കടുക് വറക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാ ഇതൊന്ന് വാങ്ങി. പിന്നെ മറ്റേ അത്രയും ചെറിയ പാത്രത്തിന് 239 രൂപയുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പം മീൻചട്ടി വാങ്ങിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ചട്ടികളുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊരു ചെറിയ ചട്ടി വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. എനിക്കുണ്ടല്ലോ ഇങ്ങനത്തെ മൺചട്ടികൾ കാണുമ്പോഴേ അത് വാങ്ങാൻ തോന്നും കേട്ടോ. വാങ്ങിയിട്ട് ഇത് കാണുമ്പോൾ വിചാരിക്കും അത് വാങ്ങിയിട്ട് അതിൽ മാത്രമേ കറികൾ വെക്കുള്ളൂ, ചോറൊക്കെ ഇങ്ങനത്തെ കലത്തിലൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഞാൻ വാങ്ങുന്ന മൺചട്ടി അതിൽ കറി വെക്കുമ്പം അതിൽ മണ്ണിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. വകയാട്ടോ ചെലവ് ദിയമോള കുഞ്ചി പൊട്ടിച്ച. അതെ, അടുത്ത വർഷം അതല്ല നമ്മളെ ബാഗിൽ അത് കൊള്ളും കൂടി വേണം. അത് ലഞ്ചാണ്. ഇത് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണോ? കുറച്ചുകൂടെ ക്യൂട്ടി ആയവർക്ക് ല്ലോ. ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഇല്ല. ഇതെങ്ങനെ എടുക്കുക? എത്ര രൂപ? 438. ഇതിനത്ര ഉണ്ടാവും. എന്നാ ഒരു വിധപ്പെട്ടൊക്കെ ആയില്ല. ഇനി നമുക്ക് ഇവിടുന്ന് കൊണ്ട് ചലിച്ചാലോ? ചലിക്കാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. ദേവുവിന്റെ പറച്ചിലേട്ട നാളെ പിക്നിക്കിന് പോണ പോലെയാണ്. ഞാൻ ശരിക്കും എനിക്ക് ടൂർ പോകണ ഒരു ഫീൽ ഉണ്ടല്ലേ? അല്ല എങ്ങനെയുണ്ട്, പഠിച്ചോ? അതാണ് ഇപ്പൊ പഠിക്ക് പറയണില്ല, കാരണം ഞാനത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്. അപ്പം എന്നിട്ട് ലാസ്റ്റ് ഞാനും എൻ്റെ ഫ്രണ്ട് കമ്പൈൻ സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡിയിലൂടെ അപ്പോൾ ഞങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ട്. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, ഇംഗ്ലീഷിൻ്റെ പേജുണ്ടോ? എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ഏതറിയോ? ക്ലാസ്മേറ്റ്. അതെടുക്ക്. പപ്പേൻ്റെ വക വേറൊരു കാർട്ടും കൂടെ ഉണ്ട് കേട്ടോ അതേമാതിരിത്തത്. മറ്റേ നമ്മൾ ആമസോണിലെ ആഡിറ്റ് കാർട്ട് ഇങ്ങനെയല്ലേ നിൽക്കുക, അങ്ങനെ. വന്ദേ ഭാരത്. മറ്റേ തൊപ്പി പറഞ്ഞു വന്ദേ ഭാരത് അല്ല വന്ദേ മാതരം. വന്ദേ മാതരം ഭാരതം. അതല്ല, അത് രേണുവാ പറഞ്ഞ. രേണു സുധിയാണ് ആദ്യം പറയണത്. അല്ലല്ല, ആദ്യം
ഹാപ്പി പറഞ്ഞേ. അല്ല രേണുസുന്ദീനെ കളിയാക്കിയതല്ലേ? ഐ നോ. അപ്പൊ ഗൈസ് കട അടച്ചിരിക്കുന്നു, നമുക്ക് പോകണം. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. നാളെ ദേവുവിന്റെ എക്സാം ഇവിടെ ഈ ഷോപ്പിലിരുന്ന് എഴുതേണ്ടി വരുന്നു. പോവാ. ഹോട്ട് വീൽസ് അലോയ് കാർ. ഗൈസ് ഈ സെയിം സംഭവം എൻ്റെ വീട്ടിലുണ്ട്. സോ നിങ്ങൾ വിചാരിക്കേണ്ട ചെക്ക തന്നാണെന്ന്. പക്ഷെ അല്ല, എൻ്റെ ഫ്രണ്ട് തന്നതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ് ഇത്. അപ്പം ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നല്ലേ. എൻ്റെ 14 നമ്മൾ റിസോർട്ടിൽ നിന്ന് നടത്തിയ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത്. എന്ത് ഇങ്ങനെ എക്സാം ഹാളിക്ക് പഠിച്ചിട്ടൊന്നുമില്ല, നോക്കണ്ട. ക്ലോസ് ചെയ്യാനായി ഗൈസ്. അപ്പോൾ പോവാൻ ആട്ടി വിടണം നമ്മളെ. പുറത്തിറങ്ങി സഹകരിക്കണം. അതായത് ഇറങ്ങിപ്പോടെ പട്ടികളെ ഉദ്ദേശിച്ചത്. ഇത് നല്ല രസമുണ്ടല്ലേ. എക്സാമിന് പോകുമ്പം ഇടാനുള്ളതാണോ? മുക്കുത്തി കണ്ടില്ല. കയറിട്ടല്ലേ എൻ്റെ കസിൻസ് കുടുങ്ങി ഒരു ചങ്ങായി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. എൻ്റെ കസിൻസ് ചെക്ക ഗൈസ് പേര് പറയുന്നത് നാളുകളും കരഞ്ഞു ഗൈസ്. ഈ ലിഫ്റ്റ് കൂടിയിട്ട് ഈ ലിഫ്റ്റ് ഞെട്ടിക്കൽ ബില്ലാന്നാ ദിയമോള് പറയണ കേട്ടോ. ഇത് ഈ ചട്ടി ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ ഒരു 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കൽ റിസൾട്ട് വരുന്നതാണ്. ഈ വാങ്ങിച്ചതിന്റെ ഒക്കെ റിസൾട്ട് വരുന്നതായിരിക്കും. അതെ. സമയം 10:40 ഇതാണ് കേട്ടോ ബാഗ് വാങ്ങിച്ച്. ഇന്നിപ്പോ ഈ കടയ്ക്ക് എത്ര ലക്ഷത്തിന്റെ എന്താ പറയാ കച്ചവടം ഉണ്ടായിട്ടുണ്ടാവും? 5 4 ലക്ഷം. ഒരാളെടുത്ത് 3000. എന്തായാലും ഒരു 5 ലക്ഷത്തിന്റെ കച്ചവടം നടന്നിട്ടുണ്ടാവും. അത്രയ്ക്ക് തിരക്കായിരുന്നു ഇവിടെ. പെരുന്നാളല്ല, നോമ്പ്. നോമ്പെന്നാണല്ലോ പെരുന്നാളിക്ക് പോകുന്നത്. അല്ല നോമ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാ പെരുന്നാള്. വീടിന്റെ അടുത്ത് കിടന്ന് ഉരുളല്ലേ. അയ്യോ എല്ലാ കടകളൊക്കെ കഴിയാനായി. അതെ ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ദിയമോളുടെ പിഗ്ഗി ബാങ്ക് പൊട്ടിച്ച് എൻ്റെ എക്സാം ഷോപ്പിംഗ് അടിപൊളിയാക്കി തന്ന നമ്മുടെ പ്രിയ ഋതികയ്ക്ക് എൻ്റെ സ്വന്തം നന്ദി അഭ്യർത്ഥിക്കുന്നു. അല്ല എന്തൊക്കെയോ പറയണ ഞാൻ. നന്ദി. അയ്യോ അങ്ങനെയല്ല. നന്ദി നമസ്കാരം. അതെ എല്ലാം ദിയമോളെ എല്ലാം വാങ്ങി തന്നു. ഇനി ജയിച്ചാ മതിയില്ല ചേച്ചി അല്ലേ? നന്നായിട്ട് എക്സാം എഴുതിയാ മതി. എന്താ പൈസ തരണ്ട? എനിക്ക് നിന്റെ പൈസ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. എന്റെ പൈസ അല്ല കേട്ടോ അത്. അല്ല എന്റെ പൈസ എന്റെ വീട്ടിലുണ്ട്. ലൈല അത് ക്യാപ്ചർ ആയിരുന്നോ? പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ബുള്ളറ്റ് വേണം, ഒരു റെഡ് കളർ. ആണോ? ഇതിന്റെ റെഡ് കളർ ബുള്ളറ്റ് വേണമെന്നാണ് ദേവുവിന്റെ ആഗ്രഹം. പോണം. എന്താ പാർത്ത മുതൽ പാട്ട്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ടെൻഷനില്ല അങ്ങനെയൊക്കെ പറഞ്ഞത് വെറുതെയാണ്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഷോപ്പിങ്ങും കറക്കമൊക്കെ. ചുമയാണ് ഷോപ്പിങ്ങും ഇതൊക്കെ ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ടെൻഷൻ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ മാർക്ക് കിട്ടാൻ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെ അനുഗ്രഹവും വേണം. എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെ കൂട്ടണം. കുറച്ച് ദിവസത്തിന് മാത്രം മതി, പിന്നെ നിങ്ങൾ വിട്ടോളൂ എന്നെ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം 10ാം ക്ലാസ് ബോർഡ് എക്സാം ഈസിയുള്ള സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, സെറ്റ് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഗൈസ്, എല്ലാ സബ്ജക്റ്റിനും. അപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം എഴുതണ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എൻ്റെ അനുഗ്രഹവും ഉണ്ടാവും. അപ്പം ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ബൈ ബൈ.